ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഇന്നത്തെ നിങ്ങളുടെ എനർജി എടുക്കാം. യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്താണ് കാർഡ്സ് എന്താ നിങ്ങളോടൊന്ന് പറയുന്നത് ആൻഡ് ഗൈഡൻസ്. ഓക്കെ, എന്താ പറയുന്നത് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ ദിവസത്തിനെ കുറിച്ച് 3 ഓഫ് വൺസ് ആണ്. സ്ട്രെങ്ത് കാർഡ്, 7 of swords, magician, 3 of cups, 6 of pentacles, judgment. ഓക്കെ, ഇവിടെ കാണുന്നത് എന്താന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങളിവിടെ വെയിറ്റിംഗ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യാണ്, എന്തോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഷിപ്സ്, ഒരു കടലിൻ്റെ അപ്പുറത്ത് നിന്ന് ഷിപ്സ് വരും എന്നൊക്കെയാണ് പറയുക. എന്ന് വെച്ചാൽ ഒരു മെസ്സേജ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യം ന്യൂസ് അറിയാനുള്ള ഒരു വെയിറ്റിംഗ് ആയിരിക്കാം. നിങ്ങൾ എന്തിനോ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു നമ്മൾ പറയില്ലേ, ഒരു വിത്തായിട്ട് നമ്മളൊരു കാര്യം നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടാവാം. അതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ജോലിയിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ജോലിക്ക് വേണ്ടി അപ്ലിക്കേഷൻ ഇട്ടു, അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരാൻ വെയിറ്റിംഗ്. പഠിക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു, അതിൻ്റെ വരാൻ വെയിറ്റിംഗ്. സോ വട്ട് എവർ. ഓക്കെ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാൻ പോലെ ഒരു വെയിറ്റിംഗ്. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറയാം. ഓക്കെ, നിങ്ങളിവിടെ എന്തിനോ വേണ്ടി വെയിറ്റിംഗ് എനർജിയാണ് എനിക്കിവിടെ കൂടുതലും കാണുന്നത്. ബട്ട് ഇവിടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണിത്. ഇതൊരു നെഗറ്റീവ് അല്ല. ഇത് പറയുന്നത് ഇവിടെ യെസ്, തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യം വരും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ക്ഷമയാണ് വേണ്ടത്. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ക്ഷമയുടെ കാര്യമാണ്. സോ അതൊരു പരീക്ഷണമാണ് യൂണിവേഴ്സിൻ്റെ. ഓക്കെ, നിങ്ങളെ പരീക്ഷിക്കുന്ന പോലെയാണ്. വരും, നിങ്ങൾക്കുള്ളത് എത്തും തീർച്ചയായിട്ടും. പക്ഷെ നിങ്ങൾ എത്രത്തോളം കാത്തിരിക്കും എന്നുള്ള ഒരു വെയിറ്റിംഗ് എനർജിയുടെ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട്. ബട്ട് യൂണിവേഴ്സ് കൊണ്ടുതരും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഡിലേ, ഇപ്പോൾ നമ്മൾ പറയില്ലേ, വെയിറ്റിംഗ് ഉണ്ട്, കാത്തിരിക്കുന്ന പോലെയുണ്ട്, വരുന്നേ ഇല്ല, എത്തുന്നില്ല, നമുക്ക് കിട്ടുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ അപ്പോൾ ആ സമയത്ത് എന്താവും, നമ്മുടെ മനസ്സിൽ ഡൗട്ട്സ് കയറി വരും അല്ലേ, നമുക്ക് സംശയങ്ങൾ കയറി വരും. ഇന്ന് ഞാൻ ചെയ്തത് ശരിയായോ, തെറ്റായി പോയോ, അതോ എനിക്ക് കിട്ടുമോ കിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദ്യം തുടങ്ങും. സോ ഇവിടെ നിങ്ങളോട് മെയിൻ കാര്യം എന്താണ് പറയുന്നത്, ഡൗട്ട് ചെയ്യേണ്ട. യെസ്, ഈ വെയിറ്റ് നിങ്ങൾക്ക് വെറുതെ ആവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ സ്ട്രെങ്ത് കാർഡ് ഉണ്ട്. സോ നിങ്ങൾ ശരിക്കും ഗിവ് അപ്പ് ചെയ്യുന്ന പോലെയാണ്. ഇവിടെ എങ്ങനെയാണ്, ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ, നമ്മൾ മടുത്തിട്ട് ഇങ്ങനെ കിടക്കുന്ന പോലെയാണ്. എത്ര കാലമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു, ഇനിയും വരുന്നില്ല, ഇനിയും ആവുന്നില്ല എന്ന രീതിക്ക് ചിന്തിക്കില്ലേ. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്താണോ വെയിറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വന്നിരിക്കും തീർച്ചയായിട്ടും. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചില പരീക്ഷണങ്ങളുണ്ടല്ലോ, ചില പരീക്ഷണങ്ങൾ നിങ്ങളുടെ ആ സ്ട്രെങ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ പറയുന്നത്. അവനവൻ്റെ കഴിവിനെ, അവനവൻ്റെ ഒരു പവറിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നർ സ്ട്രെങ്ത്തിനെയാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് എന്തും കീഴടക്കാൻ സാധിക്കും എന്ന രീതിക്കാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ചുറ്റും ഒരു ചെറിയൊരു ഡിസെപ്ഷൻ എനർജി ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ചീറ്റിംഗ് അല്ലെങ്കിൽ ഡിസെപ്ഷൻ ആരെങ്കിലും, ഏതെങ്കിലും വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഓക്കെ, എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ചുറ്റും നടക്കുന്നത്, ചില കാര്യങ്ങൾ ഹിഡൻ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. മേ ബി കുറച്ച് പേര് ആരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്, ഓക്കെ, അവർ എന്താ പറയുക, ഒരു തരം നമ്മൾ പറയില്ലേ കൺകിട്ട്, ഇത് ആക്ച്വലി മജീഷ്യനും ഉണ്ട് ഇവിടെ. സോ മേ ബി കുറച്ച് പേര്, ചിലവർ നിങ്ങളുടെ മുമ്പിൽ, ഓക്കെ, അവരെന്താണോ അങ്ങനെ കാണിക്കാതെ അവർ വേറെ എന്തെങ്കിലും കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ ഫ്രണ്ടായിട്ട് നിൽക്കുന്നുണ്ടാവാം, നിങ്ങളുടെ ഫ്രണ്ടായിട്ട് കൂടെ നിന്ന് മേ ബി നിങ്ങളെ ചതിക്കുന്ന തരത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു മജീഷ്യൻ എനിക്ക് ഇവിടെ എവിടെയോ നമ്മൾ പറയില്ല, ഒരു കൺകെട്ട് നടത്തുന്ന പോലെ ആരോ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ഓക്കെ, ചിലപ്പോൾ പുറത്തെ എനർജി ആവണമെന്നില്ല, അപ്പോൾ വേറൊരു വ്യക്തി ആവണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് എനർജി. ഇത് കുറച്ച് പേർക്ക് എന്തെങ്കിലും കളവ് പോകാനുള്ള സാധ്യതകളുണ്ട്. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കളവ് പോകാനോ എന്തെങ്കിലും നിങ്ങളുടെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാനോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അതൊന്ന് സൂക്ഷിക്കുക. നിങ്ങൾ യാത്രകൾ പോകണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും ഒരു കണ്ണ് വെക്കുക. നിങ്ങളുടെ എല്ലാ കാര്യത്തിലും നിങ്ങളൊരു ശ്രദ്ധ പ്രത്യേകം വെക്കും. ഓക്കെ, ഒരു ചീറ്റിംഗ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പറ്റിക്കാനോ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ എല്ലാവരും അല്ല, അങ്ങനെ വിചാരിക്കരുത്. പക്ഷെ എന്നാലും ചിലത് ഉണ്ടാവും. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വാർണിംഗ് യൂണിവേഴ്സ് തരുന്നുണ്ട്. എൻ്റെ ഇവിടെ ഓക്കെ, വേറൊരു കാര്യം പറയാം. ഇത് ചില സമയത്ത്
ഓക്കെ, ചില സമയത്ത് നമ്മൾ ഈ 7 of Swordsനെ ആക്ച്വലി നമ്മൾ അവനവൻ്റെ മനസ്സിനെ കബളിപ്പിക്കുന്ന തരത്തിലും എടുക്കാം. ഓക്കെ, നമ്മൾ തന്നെ അവനവനെ ഒരു കബളിപ്പിക്കില്ല എന്ന് പറയാം, നമ്മൾ തന്നെ ഒളിച്ചോടുന്ന തരത്തിൽ പറയാം, നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് ഒളിച്ചോടുന്നതായിട്ട്. മേ ബി ചില കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതുണ്ടാവും. ഓക്കെ, ചില റിയാലിറ്റീസ്, ചില സത്യാവസ്ഥകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതുണ്ടാവും. അതിൽ നിന്ന് നമ്മളൊരു ഒളിച്ചോട്ടം ചെയ്യുന്ന പോലെ ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ തന്നെ അവനവനോട് ചിലപ്പോൾ നമ്മൾ പറയില്ല, അവനവനെ കബളിപ്പിക്കുക, അല്ലെങ്കിൽ അവനവനോട് ചില കളവ്, അത് കളവ് എന്ന രീതിക്കല്ല, ഇപ്പം എങ്ങനെ പറയാം, ഇപ്പോൾ ഇവിടെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ചില കാര്യത്തിന് വേണ്ടി, അല്ലേ? നിങ്ങൾ സ്ട്രെങ്ത് വെച്ച് എങ്ങനെയെങ്കിലും വെയിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ക്ഷമയോടെ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ മനസ്സ് തന്നെ ചിലപ്പോൾ നിങ്ങളോട് പറയും, ഇല്ല അത് ശരിയാവില്ല, അത് വരില്ല എന്ന രീതിക്ക് പറയില്ലേ, അങ്ങനെയൊക്കെ ആവാം. ഓക്കെ, സോ പല മീനിങ് ആണ് ഇതിനൊക്കെ. സോ ഞാൻ കുറച്ച് പറയാൻ ശ്രമിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലും തോട്ട്സ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റി വിട്ടേക്കൂ. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ഡൗട്ട് ചെയ്യേണ്ട, അവനവനെ ഡൗട്ട് ചെയ്യേണ്ട, നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ ഡൗട്ട് ചെയ്യേണ്ട. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വാർണിംഗ് ഉണ്ട്. ഓക്കെ, മറ്റുള്ളവർ ആരെങ്കിലും നിങ്ങളെ ചുറ്റുമുള്ളവരെ ഒന്ന് നിങ്ങൾ ക്ലോസ് ആയിട്ട്, പ്രത്യേകിച്ച് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അഗെയിൻ മജീഷ്യനാണ്. സോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും കഴിവുണ്ട്. എന്താണോ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് അത് നേടാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ശരിക്കും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടിയാണ്. നിങ്ങൾ ഈ വെയിറ്റിംഗ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അത് വരാറായിട്ടുണ്ടാവും, ചിലപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാറായിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് കയറി വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ തന്നെ അവനവനെ ഡൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ചെയ്തത് ശരിയായോ ഇല്ലേ, അതോ ഇല്ല ചിലപ്പോൾ കിട്ടില്ല എന്നൊക്കെ നിങ്ങൾ സ്വയം ചെയ്ത് കഴിഞ്ഞാൽ ആ മാനിഫെസ്റ്റേഷൻ അവിടെ നിന്ന് പോകും. ഓക്കെ, നിങ്ങൾ ഡൗട്ട് ചെയ്യാതിരിക്കുക, യൂണിവേഴ്സിനെ ഡൗട്ട് ചെയ്യാതിരിക്കുക, നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ ഡൗട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തും നിങ്ങൾക്ക് സാധിക്കും എന്ന രീതിക്ക് തന്നെയാണ് പറയുന്നത്. അട്രാക്ട് ചെയ്യാൻ സാധിക്കും, മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും, കഴിവുകളുണ്ട് നിങ്ങളുടെ കയ്യിൽ. അത് നിങ്ങൾ പരമാവധി യൂസ് ചെയ്തിട്ടുണ്ട് എന്നുമാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ ഡോണ്ട് ഡൗട്ട്. ഇനിയിപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട, എനിക്ക് വരും എന്നുള്ള ഉറപ്പിച്ച് നിങ്ങളുടെ മനസ്സിൽ തീരുമാനിക്കാം. ആൻഡ് ഇവിടെ 3 of Cups ആണ്. ഇവിടെ 3 എന്നാണ് തുടങ്ങിയത്. 3 നമ്മൾ വെയിറ്റിംഗ് എനർജി കണ്ടു. ഇവിടെ ലാസ്റ്റ് വന്നത് 3 ആണ്. ഇവിടെ നമ്മളൊരു ഡിവൈൻ അലൈൻമെന്റിന്റെ കാര്യം പറയാം. ഓക്കെ, ഡിവൈനായിട്ട് നമുക്ക് തരുന്ന ചില ഒരു എന്താ പറയുക, ബ്ലെസ്സിങ് ആയിട്ട് നമുക്ക് എടുക്കാം. 3 എന്നുള്ള നമ്പറിന്റെ നമുക്കൊരു ബ്ലെസ്സിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡിവൈൻ്റെ ഒരു പ്രസൻസ് എന്ന രീതിക്ക് എടുക്കാം. സോ ഇവിടെ സെലിബ്രേഷൻ ആണ് കാണുന്നത്. ഒരു സെലിബ്രേഷൻ, സന്തോഷം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നതാണ്, ഒരു ജോയ് എന്ന രീതിക്ക്. അല്ലെങ്കിൽ മേ ബി ഈ ഒരു കുറേ സ്ട്രെസ്സോ സ്ട്രെയിനോ ഉള്ളതിൽ നിന്ന് മാറി വരുന്നതായിട്ടാണ് കാണുന്നത്. സോ നിങ്ങൾ എന്താണോ വെയിറ്റ് ചെയ്തിരുന്നത് അത് നിങ്ങൾക്ക് വരുന്നു. അതാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. അത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തായിരിക്കാം വരുന്നത്, നിങ്ങൾ എഫേർട്ട് ഇട്ട കാര്യങ്ങളായിരിക്കാം, അത് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്തുന്നു എന്നാണ്. ഓക്കെ, ആ സക്സസ് നിങ്ങൾക്ക് സെലിബ്രേഷൻ എല്ലാം ഉണ്ടാവും. ഓക്കെ, നിങ്ങളെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നിങ്ങളെ സന്തോഷം ഷെയർ ചെയ്യും, പങ്കുവെക്കും, നിങ്ങൾ ഹാപ്പി ആയിട്ട് വരുന്നൊരു സമയമാണ്. നിങ്ങളുടെ ആ ഒരു വെയിറ്റിംഗ് അവസാനിക്കുന്നു എന്ന രീതിക്ക് എടുക്കാം. പക്ഷെ കുറച്ച് ഡിലേ ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ, നിങ്ങളുടെ സ്ട്രെങ്ത് വെച്ച് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഷ്യൻസ്, ക്ഷമ കളയരുത്. ഓക്കെ, ക്ഷമയില്ലാതായിട്ട് ഗിവ് അപ്പ് ചെയ്യരുത് എന്ന രീതിക്കാണ്. ആൻഡ് ഇവിടെ 6 of Pentaclesഉം ജഡ്ജ്മെന്റും ആണ്. സോ ഇവിടെ പറയുന്നത് എന്താണ്, അഗെയിൻ ഇവിടെയും നമുക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന രീതിക്കാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്തോ അതിൻ്റെ ആ ഈക്വൽ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതായത് നല്ല എഫേർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, അതിപ്പോൾ സ്നേഹത്തിലായാലും ശരി, റിലേഷൻഷിപ്പിലായാലും ശരി, കരിയറിലായാലും ശരി, പണത്തിൻ്റെ കാര്യത്തിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും ശരി, എന്ത് തന്നെ നിങ്ങൾ എന്താണോ നിങ്ങൾ സ്നേഹത്തോടെ നിങ്ങൾ എഫേർട്ട് ഇട്ട് നിങ്ങൾ എന്താണോ ചെയ്തിട്ടുള്ളത് അതിന് ന്യായമായ റിസൾട്ട് യൂണിവേഴ്സാണ് നിങ്ങൾക്ക് തന്നെ. കാരണം അവിടെ ജഡ്ജ്മെൻറ്റ് കാർഡാണ്. ഓക്കെ, യൂണിവേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ട്രസ്റ്റ് ചെയ്യുക. അവിടെ അഗെയിൻ ഇവിടെ ഒരു സ്പിരിച്വലിൻ്റെ കാര്യം തന്നെയാണ് കൂടുതലും നിങ്ങളോട് പറയുന്നത്. ഡിവൈനിൽ ട്രസ്റ്റ് വെക്കൂ. ഓക്കെ, ഡിവൈൻ ഇസ് ബ്രിങ്ങിങ്. നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടങ്ങളല്ല എന്നാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് തിരിച്ച് ഏതെങ്കിലും വഴിക്ക് നിങ്ങൾക്ക് തിരിച്ച് വരും എന്ന രീതിക്ക് തന്നെയാണ്. ഓക്കെ, നിങ്ങളോട് സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത് വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാനാണ് പറയുന്നത്. അതുമാത്രമല്ല എന്തായാലും ഐ തിങ്ക് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ ഒരു സ്ട്രെങ്ത്തിൻ്റെ കാര്യം കാണുമ്പോൾ നിങ്ങൾ പാസ്റ്റിൽ എന്തായിരുന്നു, ഐ തിങ്ക് ഒരു കുറച്ചായിട്ട് നിങ്ങൾ ചേഞ്ചസ് നിങ്ങളിൽ വരുന്നുണ്ട്. ഇവിടെ ഒരു സ്ട്രെങ്ത് തന്നെ, ഇവിടെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലീഡ്, ക്വീൻ ഓഫ് സോർഡ്സ് ആണ്. ക്വീൻ ഓഫ് സോർഡ്സ് പറയുമ്പോൾ നമ്മൾ ആക്ഷൻ എടുക്കുന്ന ഒരു ആളായിട്ടാണ്. നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് കാണുന്നത്. സോ നിങ്ങളിൽ വന്ന ചേഞ്ചസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ആ ചേഞ്ചസ് നിങ്ങൾ മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങനെയല്ല ഇപ്പോൾ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഓൾറെഡി. സോ നിങ്ങൾ മനസ്സിലാക്കണം ദാറ്റ് ഇപ്പോൾ നിങ്ങൾ ഇനി അപ്പോൾ ഓരോ നമ്മൾ എഫേർട്ട് ഇടുന്നതും എന്ത് ചെയ്താലും അതിൻ്റെതായ മാറ്റങ്ങൾ കാണും. പഴയ പോലെയല്ല സിറ്റുവേഷൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, പണ്ട് ചിലപ്പോൾ നിങ്ങൾ അതേ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു ലോസ് ഫേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെയല്ല. ബിക്കോസ് ഇപ്പം നിങ്ങൾ മാറി, നിങ്ങൾ ചേഞ്ചായി. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്നും പറയാം. ഓക്കെ, നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് നല്ലത് അത് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ. സോ ഒരിക്കലും വറി ചെയ്യേണ്ട.
നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യത്തിൻ്റെ സക്സസ് ആണ് ഇവിടെ പറയുന്ന യൂണിവേഴ്സ്. ഓക്കെ, മേ ബി ഓൾറെഡി വന്ന് കാണാം, അല്ലെങ്കിൽ വരും എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. സോ വെയിറ്റ് യു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതാണ് ഇന്നത്തെ എനർജി നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ലെറ്റ്സ് സീ ഗൈഡൻസ് ആയിട്ട് വേക്കിംഗ് ലയൺ 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 നമുക്ക് ദ സ്റ്റോറി ടെല്ലർ. വാവ്, ദ റോയൽ യു. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഇതെടുക്കാം നമുക്ക്. ആക്ച്വലി നിങ്ങളിൽ വന്ന ചേഞ്ചസ്, ആക്ച്വലി ഇതും റോയലാണ് അല്ലേ, നമ്മൾക്ക് ഇങ്ങനെ റോയൽ എന്ന് പറയുന്ന പോലെ. ഫീലിംഗ് ദ വേൾഡ്, വെരി നൈസ്. ഓക്കെ, റോസസ് കിസ്. ഓക്കെ, യെസ്, ബോഡി ആൻഡ് സോൾ നിങ്ങൾ ഇവോൾവ് ആവുകയാണ്, നിങ്ങളിൽ മാറ്റങ്ങൾ വരികയാണ്, നിങ്ങളിലാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ കുറച്ച് പേർക്ക് നിങ്ങൾ ശരിക്കും ആക്ച്വൽ ബോഡിയിൽ നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കാണാം. മേ ബി നിങ്ങൾ മെലിയാൻ ശ്രമിച്ചു, ഡയറ്റ് ചെയ്തു, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് നിങ്ങൾ ബെറ്റർ ആവാൻ ശ്രമിക്കുന്നുണ്ട്, ഹെൽത്ത് ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ യെസ്, അതും പ്ലസ് നിങ്ങളുടെ സോൾ കൂടിയാണ് മാറ്റം കാണുന്നത് എനിക്കിവിടെ. ഓക്കെ, നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക്, അതാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ഓക്കെ, നിങ്ങളൊരു പവർഫുൾ ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പഴയ പോലെ അല്ല നിങ്ങളിപ്പോൾ, അതാണ് മെയിനായിട്ട്. നിങ്ങൾ യെസ്, ഇപ്പോൾ നമ്മൾ പറയില്ല, ഉറങ്ങിക്കിടക്കുന്ന സിംഹം എഴുന്നേറ്റു എന്ന രീതിക്കാണെങ്കിൽ, സോ ആ ഒരു പവർ നിങ്ങളിലുണ്ട്. ആൻഡ് അത് നിങ്ങളിപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്, അതാണ് പറയുന്നത്. അഗെയിൻ 2 പ്രാവശ്യം ലയൺ വന്നിട്ടുണ്ട്. ലയൺ നിങ്ങൾക്ക് എന്തെങ്കിലും സിമ്പിൾ ആയിടണോ എങ്ങനെയെങ്കിലും എന്തായാലും ലയണിൻ്റെ പവർ നിങ്ങൾ എടുത്തോളൂ. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ ദ സ്റ്റോറി ടെല്ലർ എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ കഥ നിങ്ങൾ തന്നെ എഴുതുന്ന പോലെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്, വേറെ ആരുമല്ല. ഓക്കെ, ഡിവൈൻ, യെസ്, ഓഫ് കോഴ്സ് ഡിവൈൻ്റെ കൈയുണ്ട് അതിൻ്റെ ഒപ്പം. പക്ഷെ നിങ്ങൾ ആ ഡിവൈൻ്റെ ആ ഒരു നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതവിടെ എഴുതി ചേർക്കുന്ന പോലെയാണ്. ഓക്കെ, ഡിവൈൻ നമുക്കൊരു സ്പേസ് തരും എന്ന് പറയും, ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്സ് വിടും. ഇത്ര നമുക്ക് എന്താണോ വേണ്ടത് അതെന്താണെന്ന് ഒരു വിഷസ് നമുക്ക് തരാൻ വേണ്ടിയിട്ട് സ്പേസ് വിടുന്ന പറയാം. സോ ആ ഒരു സ്പേസിൽ ഐ തിങ്ക് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഡിവൈൻ എഴുതി ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം എഴുതി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കഥ നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്ന പോലെയാണ്, നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്താണോ നല്ലത്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾ തന്നെ മാനിഫെസ്റ്റ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിട്ട് വരുന്നു. ഓക്കെ, ആൻഡ് ആ കഥ നിങ്ങളുടെ സ്വന്തം കഥ നിങ്ങൾ തന്നെയാണ് എഴുതുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ദ റോയൽ യു, യെസ്, നിങ്ങൾ വളരെയധികം റോയൽ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളൊരു എന്താ പറയുക, നിങ്ങളുടെ ഒരു പവർ. ഓക്കെ, മറ്റുള്ളവർ കാണുമ്പോൾ ശരിക്കും നിങ്ങളെ ഒരു റെസ്പെക്റ്റ് ഒക്കെ തോന്നുന്നുണ്ട് ഇപ്പോൾ എന്ന രീതിക്കാണ്. ആൻഡ് ഇവിടെ ഫീലിംഗ് ദ വേൾഡ് എന്ന് പറയുന്നത്, സോ നിങ്ങളുടെ മുമ്പിൽ ആക്ച്വലി 3 of Wands ഉണ്ടായിരുന്നു. നിങ്ങളുടെ മുമ്പിൽ ഈ വേൾഡ് തന്നെ ഓപ്പനാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് ഇവിടെ റോസസ് കിസ് ഉണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും വരുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈവൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ചിലപ്പോൾ മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതും നിങ്ങളിലേക്ക് നല്ലത്, നിങ്ങളെ മാനിക്കുന്ന, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉള്ളത് മാത്രമേ ഇനി നിങ്ങളിലേക്ക് വരൂ. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ നല്ലത് അത് മാത്രമേ നിങ്ങളിലേക്ക് വരൂ. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ പവർ, അങ്ങനെയാണിപ്പോൾ. ഓക്കെ, സോ വളരെ പോസിറ്റീവ് ചേഞ്ചസ് ആണ് നിങ്ങളിൽ വന്നിട്ടുള്ളത്. എൻ്റെ ഇവിടെ നമ്പേഴ്സ് വേണമെങ്കിൽ പറയാം. 19, സോ 10, 17, 8, 16, 7, 13, 4, 9. ഓക്കെ, ഇതൊക്കെയാണ് നമ്പേഴ്സ് ഇവിടെ കാണുന്നത്. ഒരു 5 ഉണ്ടായിരുന്നു. സോ ചേഞ്ചിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. ഇവിടെ അഗൈൻ ഒരു സീരീസിൽ ഫീൽ ചെയ്യുന്നുണ്ട്. 16, 17, 13, 16, 17, 19. യെസ്, ഒരു ഗ്രോത്ത് ആണ് എനിക്ക് കാണുന്നത് എവിടേക്കോ. നിങ്ങളുടെ ഒരു മാറ്റങ്ങൾ, നിങ്ങളുടെ ഗ്രോത്ത് എന്ന രീതിക്കാണ്. ഓക്കെ, സോ നമ്പേഴ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ റെസനേറ്റ് ആവാം. 19, 17, 16, 13 ഇതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെസനേറ്റ് ആവാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ എന്തും നേടാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് സ്വയം പറയാം. ഐ ക്യാൻ അച്ചീവ് വാട്ട് എവർ ഐ വോണ്ട് എന്ന് പറയാം. ഓക്കെ, എന്തായാലും യൂണിവേഴ്സിൽ ട്രസ്റ്റ് വയ്ക്കാം. എല്ലാം നിങ്ങൾ എന്ത് എഫേർട്ട് ഇട്ടിട്ടുണ്ടോ അതിനെല്ലാം നല്ല റിസൾട്ട് തീർച്ചയായിട്ടും യൂണിവേഴ്സ് തരും. ഓക്കെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.